അപ്പോൾ ഇതാ കടായി നിങ്ങൾക്ക് ആര് കൊറിയർ അയച്ചതാ? ഈ എന്തിനങ്ങോട്ട് വന്നേ? പല്ലണിക്കാനോ? വീട്ടിലൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള കടായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ കൊറിയർ അയക്കാൻ പോകുന്ന ടൈമിലൊക്കെ പോകാറുണ്ട്. ആ ഒരു ടൈം പോകുമ്പോൾ വീട്ടിൽ എന്താണോ അടുക്കളയിൽ പാത്രത്തിലൊക്കെ ഉണ്ടാക്കി വെച്ചെന്നിട്ട് ആദ്യം വന്നാൽ നോക്കൽ കിച്ചണിലേക്കാണ് പോലെ. ഉമ്മാൻ്റെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അത് കഴിച്ചിട്ടാണ് ഞാൻ പോകാറ്. അപ്പോൾ ഇതാ ഇന്ന് വന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി കടായി ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് ആണ് കടായി. ഉമ്മ ഉണ്ടാക്കുന്ന പച്ചക്കറി ബിരിയാണി കേട്ടോ. പക്ഷെ ഇന്ന് ബിരിയാണി ഒന്നുമില്ല, കടായി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വെള്ളപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നാൽ ആദ്യം നോക്കൽ ഞാൻ കിച്ചണാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കൊറിയർ ഉണ്ടായിരുന്നു. നമ്മൾ പെരുന്നാളിൻ്റെ ഓർഡറൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ വീണ്ടും നമ്മുടെ ഇനിയിപ്പോൾ വെഡ്ഡിങ് ഒക്കെ വരികയല്ലേ. അപ്പോൾ ആ ഒരു ഓർഡറും പിന്നെ നമ്മൾ ക്രീമിൻ്റെ ഓർഡറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോസ്റ്റ് ഓഫീസിൽ അയക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഇതാ ഉമ്മാൻ്റെ അടുത്തേക്ക് വന്നായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ നല്ല സ്പെഷ്യലായിട്ടുള്ള കടായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വെള്ളപ്പം ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഉമ്മ ഉണ്ടാക്കുന്ന കടായി. അപ്പം ഞാനിവിടെ വന്നപ്പോൾ ഇതാ കടായിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഒന്നും നോക്കിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ വെള്ളേരിയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വന്നതാണ്. പക്ഷെ എന്നാലും ഉമ്മാൻ്റെ കടായി ഉണ്ടപ്പോൾ ഇരിക്കാതിരിക്കാൻ വയ്യ ഗൈസ്. അപ്പോൾ ഇതാ കടായിക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ നേരെ ഇങ്ങോട്ട് വന്നതാണ്. ഇനി ഇവിടുന്ന് പോസ്റ്റ് ഓഫീസിലും DTDCയിൽ കൊറിയറൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. പിന്നെ അത് മാത്രമല്ല, ഇന്ന് ഹസൂന് പല്ല് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകണം. പല്ല് റൂട്ട് കനാൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവന് ഇപ്പോൾ ഇടയ്ക്കായിട്ട് പല്ല് നല്ല വേദന വരുന്നുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂട്ട് കനാൽ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നെന്തായാലും ഹോസ്പിറ്റലിൽ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവനെയും കൊണ്ടിട്ട് ഇക്ക അരീക്കോട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിവിടുന്ന് ആ ഒരു ടൈം ആകുമ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഹസൂ അപ്പോൾ ഇക്ക അവനെയും കൊണ്ടിട്ട് ബസ്സിൽ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാണ്. കാരണം രണ്ടാൾ രണ്ട് വണ്ടി എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ആ ഒരു ടൈം ആകുമ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഞാനിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കട്ടെ ഗൈസ്. അപ്പോൾ ഇതവിടെ പെട്ടി വന്നിട്ടുണ്ട് ഗൈസ്. ഗൾഫിൽ നിന്ന് വന്ന പെട്ടിയാണെന്ന് തോന്നുന്നത്. പെട്ടി കുറേ സംഭവങ്ങളുണ്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള. ഇത് നിങ്ങൾക്ക് ആര് കൊറിയർ അയച്ചതാ? ഹസൂന് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഹസൂനാ? ഇപ്പം നമ്മൾ അസുകുട്ടൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആക്കും കേട്ടോ. അപ്പോൾ ഇത് അസുവിനൂടെ ഉള്ളത് അവിടെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഉമ്മ. അപ്പം ഉമ്മ ഗൾഫിൽ നിന്ന് വന്ന പെട്ടി പൊളിക്കുന്നുണ്ട് ഗൈസ്. ഏതോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചെറിഞ്ഞു കൊണ്ടതാ തോന്നുന്നു. പെട്ടി നിറയെ സംഭവങ്ങളുണ്ട്. അപ്പം ഹസൂനുള്ള കോളിതാ ഒക്കെ എനിക്ക് കയ്യിലേക്ക് ആക്കി തരുന്നുണ്ട് കേട്ടോ അമ്മ. പൊട്ടി എങ്ങനെ അയച്ചോളൂ, എനിക്കണ്ട. എങ്ങനെ വന്നേയും പപ്പയും ബസ്സിനോ? ഈ എന്തിനങ്ങോട്ട് വന്നേ? പല്ലണിക്കാനോ? പല്ലുവേനുണ്ട്? എന്താ പറഞ്ഞേ? അവിടെ വീണു കേട്ടോ, താഴോട്ട് വീണ് പോവും. ഇത്തരം കാട്ടല്ലേ. ഏത് പല്ല നമ്മൾ ശരിയാക്കി എടുക്കണേ? ഇത് കളിയാസോ സോം എന്തായാലും പറയാ? ഈ പറയ്. പിക്കാച്ചു അല്ല, സോം പെപ്പർ സിസ് അങ്ങനെ എന്താ പറയല്ലേ? എന്നാ പറ. സോം പെപ്പർ സിസ. പപ്പക്ക് പറഞ്ഞു കൊടുക്കുക എങ്ങനെ കളിക്കല്. പേടിയുണ്ടോ?
പേടിണ്ടോ? എങ്ങനെയുണ്ട് ഉഷാറാ? എങ്ങനെയുണ്ട്? ഒരു വേനയില്ല? വെള്ളം ഒഴിച്ചിട്ട് ഈ മോട്ടർ വെച്ച് വെള്ളം ഒഴിച്ച് മോൻ്റെ പല്ല് നമ്മൾ അപ്പോൾ ഇതാ ഹസുമോൻ്റെ പല്ല് ഇതാ റൂട്ട് കനാൽ ചെയ്യാണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഡോക്ടർ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് അവനോട് പെരുമാറുന്നത്. ഓരോ കാര്യങ്ങൾ അവൻ്റെ പല്ലിലേക്ക് കൊണ്ടുപോകുന്ന ഓരോ മെഷീനായാലും അതുപോലെ തന്നെ സൂചി ആയാലും ഒക്കെ അവൻ്റെ കയ്യിലൊക്കെ പ്രസ് ചെയ്തിട്ട് ഇത് വെള്ളമാണ് ഇത് സൂചിയാണെന്നൊക്കെ കറക്റ്റ് പറഞ്ഞ് നല്ലൊരു റിലാക്സ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് അത്ര തന്നെ പേടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ലാസ്റ്റ് ഒന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിതാ എക്സ്റേ എടുത്ത ടൈമിൽ പല്ലിന് എക്സ്റേ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോയ പല്ല് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പൊത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റൂട്ട് കനാൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ അതിൻ്റെ തൊട്ടടുത്തുള്ള പല്ല് നല്ല നീറ്റുള്ള പല്ലായിരുന്നു. പക്ഷെ അത് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടതിനാട്ടിലും ഭയങ്കര മോശമായിട്ടുള്ളത്, ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു പല്ലൂടി ചെയ്യേണ്ടി വന്നു. അങ്ങനെ ടോട്ടലി 2 പല്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പപ്പ ദാ ഇവിടുന്ന് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആളിങ്ങനെ ഇടയ്ക്ക് നമ്മൾ നോക്കുന്നുണ്ട് ചെറുതായിട്ട്, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഡോക്ടർ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആരാണ് മൈലാഞ്ചി ഇട്ട് കൊടുത്ത് ഉമ്മയാന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പം അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചെയ്യാണ്. പിന്നെ ഇത് ആദ്യം തരിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 പല്ലിനും സൂചി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളോട് ബലൂൺ വീർക്കും നീ മേലോട്ട് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ഒരു ഇതായിട്ടാണ് ഇഞ്ചക്ഷൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് അവന് പല്ലിന് തരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇഞ്ചക്ഷൻ വെക്കുകയാണ്. സാധാരണ ഇഞ്ചക്ഷൻ കണ്ട അവൻ നല്ല കരയുന്നതാണ്. പക്ഷെ ഡോക്ടർ വേറെ ലെവലിൽ പറഞ്ഞുകൊണ്ട് ആൾ കരഞ്ഞിട്ടില്ല. ലാസ്റ്റ് ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഇതാ ആൾ ചെറുതായിട്ടൊന്ന് കരഞ്ഞിട്ടു. എന്നാലും നല്ല രീതിയിൽ ക്ഷമയോടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല്ലിലും പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി 2 പല്ലിനാണ് അവന് റൂട്ട് കനാൽ ചെയ്തിട്ടുള്ളത്. പല്ലൊക്കെ പെട്ടെന്ന് തന്നെ ചീത്തയായിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു വരാനുള്ളതാണ്. പക്ഷേ ആൾക്ക് ഇടയ്ക്ക് വേദന വരാറുണ്ട്, രാത്രിയൊക്കെയാണ് നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. വേദനൻ്റെ മരുന്നൊക്കെ കൊടുത്തൊന്ന് ഇതല്ല. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ എന്തായാലും അത് റൂട്ട് കനാൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ എന്തായാലും ആള് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എല്ലാം നല്ല രീതിയിൽ നിന്ന് കൊടുത്തിട്ട് ലാസ്റ്റ് ഒന്ന് കുറച്ച് നേരം കരഞ്ഞിട്ടുള്ളൂ. എന്നാലും ഓക്കെ ആണ്. ഉമ്മച്ചി പറഞ്ഞ ഉമ്മ പറഞ്ഞ ആകെ പോയോ, കിളി പോയോ? ഞാൻ അവിടെ നിന്ന് വെയില വണ്ടി പപ്പെടുത്ത് വരട്ടെ. എങ്ങനെയുണ്ട് ഉഷാറാ? സംഭവം എങ്ങനെയുണ്ട് പപ്പാൽച്ച? തരിപ്പ് പോയില്ലേ ഞേ? എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട് ഉഷാറാ? തുപ്പാണ്ടെങ്കിൽ തുപ്പിയാളെ പുറത്തേക്ക് ഇല്ലേ? വെയില എൻ്റെ കൈ കയറൂലേ? എടുക്കാൻ കഴിയില്ല. ഞാൻ ഇമ്മ കത്തിണ്ട് ഞാൻ എടുത്തോളാം നല്ല കൈയിടി. അസുവിന് ഇതെല്ലാം പെട്ടെന്ന് തന്നെ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഈവനിങ് ആയപ്പോൾ നമ്മുടെ മാവിൽ മാങ്ങ കുറേ കണ്ടപ്പോൾ ഇതാ പറിക്കുകയാണ്. മൂത്തണം നോക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പറിക്കുകയാണ്. എന്നാൽ പിന്നെ നമുക്ക് ബാക്കി ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ഫുള്ളായിട്ട് പറിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതാ കുറച്ചൊന്ന് ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഏകദേശമൊക്കെ മൂത്തിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷം ഉണ്ടാവുകയാണ് കേട്ടോ ഈ ഒരു മാമൽ. ഉണ്ടായി വന്നപ്പോൾ അത്യാവശ്യം മാങ്ങ ഉണ്ട്. അപ്പോൾ നമ്മളിതാ നോക്കിയപ്പോൾ മൂത്തിട്ടുണ്ട്. അപ്പം ഇനി ഒഴിവുള്ള ദിവസം ബാക്കിയുള്ളൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചതാണ്. അവിടെ കൊണ്ടുവെക്കോ മാങ്ങ? ഏരിയയിലട്ടോ അവിടെ ജസ്റ്റ് വെച്ചാൽ നമുക്ക് പൈപ്പിക്കട്ടോ.
എന്തൊക്കെ മാങ്ങ ഉണ്ടാകാനുള്ള പാത്രം ഉണ്ടാക്കുക. മാങ്ങ ഉണ്ടാകാൻ അത് അറ്റുണങ്ങിയാണല്ലേ. അപ്പോൾ അതാ നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ വെഡ്ഡിങ് സീസൺ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ ഇൻസ്റ്റഗ്രാം വഴിയും വാട്സപ്പ് വഴി നമ്മളോട് എൻക്വയറി ചെയ്യുന്നുണ്ട്, ആലിയ കട്ട് ഉണ്ടോ, പാകിസ്ഥാനി ഉണ്ടോ, അതുപോലെ തന്നെ നല്ല പാർട്ടി വെയർ കളക്ഷൻ ഉണ്ടോയെന്ന്. അപ്പോൾ ഇതാ ഇന്ന് കുറേ പാർട്ടി വെയർ ഐറ്റംസ് ഞാനിതാ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ബണ്ടിൽ പൊളിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇതെല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആലിയ കട്ട് ഉണ്ട്, ഹെവി പാർട്ടി വെയർ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഒരു 1650, 1700, 1500 പല റേറ്റിലുള്ള പാർട്ടി വെയർ നമ്മൾ സ്റ്റോക്കിൽ ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വേണ്ടവർ നമ്മൾ ഇൻസ്റ്റഗ്രാം ഒന്ന് ചെക്ക് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് റോസ് പെറ്റൽസ് എന്നാണ്. എന്തായാലും അതിൻ്റെ നെയിം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ബണ്ടിൽ ഇതാ ഞാനിതിൻ്റെ ഫുൾ പിക്കൊക്കെ ഞാനിതിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി വാട്സപ്പ് വഴി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ടാക്കി വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ കമൻറ്റിൽ ഇതിൻ്റെ റൈറ്റ് ചോദിക്കരുത് കേട്ടോ, ബ്ലാക്ക് വൈറ്റ് എന്നൊന്ന് പറഞ്ഞിട്ട്. എനിക്ക് അതിലൂടെ പറഞ്ഞുതരാൻ ബുദ്ധിമുട്ടാണ്, ഏതാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പിലേക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ടാക്കി അയച്ചാൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. DTDC പോസ്റ്റ് വഴി നമ്മൾ കൊറിയർ ചെയ്യുന്നതാണ്. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. ഇത് ഒരുപാട് എൻക്വയറി വന്ന ഐറ്റമാണ്. എന്താണെന്ന് വെച്ചാൽ ആലിയ കട്ടാണ് കേട്ടോ. ഈ ഒരു പെരുന്നാൾക്ക് ഏറ്റവും മൂവിങ് ഉള്ളത് ആലിയ കട്ട് പാകിസ്ഥാനിയൻ പാർട്ടി വെയർ തന്നെ ആയിരുന്നു അല്ലേ. അപ്പോൾ ആലിയ കട്ടിൽ ഒരുപാട് എൻക്വയറി ഉള്ളതുകൊണ്ട് നമ്മൾ പുതിയ ഐറ്റംസ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലി വ്ളോഗിൻ്റെ കൂടെ കുറേ ആൾക്കാർ ചെയ്യാൻ പറയുന്നുണ്ട് സ്കിൻ കെയർ വീഡിയോസൊക്കെ. അത് ഓരോ വീഡിയോയിലായിട്ട് എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഹോം റെമഡി ആയിട്ടുള്ള നമുക്ക് എപ്പോഴും നമുക്ക് വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് നമുക്ക് ഫേസൊക്കെ ഒന്ന് ഗ്ലോ ആക്കാനും അതുപോലെ ഫേഷ്യൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടിപ്സൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിലായിട്ട് ചെയ്യാം. പിന്നെ അതുപോലെ ഒരുപാട് ആൾക്കാർ എൻ്റെ മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യാൻ പറയാറുണ്ട്. ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്ന ഐറ്റംസൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഓരോ വീഡിയോയിലായിട്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നോട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ആണെങ്കിൽ എന്തായാലും ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ 4 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ആലിയ കട്ടിൽ നല്ല പ്രിൻ്റാണ് വരുന്നത്. ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. പാൻ്റ് ഇല്ല, ടോപ്പും ഷോളും ആ ഒരു സെറ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നല്ല മെറ്റീരിയലാണ്. എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു മെറ്റീരിയലും അടിപൊളി പ്രിൻറ്റുമാണ് നമ്മളിപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് കളക്ഷൻ കണ്ടാലോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ കേട്ടോ.
അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് തൽക്കാലം വീഡിയോ